ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ഇലയടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പുഴുങ്ങൽ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 6 മണിക്കൂർ വെച്ചാൽ മതി. 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി വേണ്ടത് 2 തേങ്ങയാണ്. അത് ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. വെല്ലം നല്ലപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്താൽ നല്ലതാണ്. അതിലത്തെ കച്ചറൊക്കെ പോയി കിട്ടും. ഇനി ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ഉരുക്കി വെച്ച വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ഉള്ളി ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് ഇല കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മഞ്ഞളുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞളുടെ ഇലയാകുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. ഞാനിവിടെ ഒരു 10 ഇല എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ തുടച്ച് കളയാം. ഇലയൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ 2ആയി കട്ട് ചെയ്യുന്നുണ്ട്. വലിയ ഇലയാണ്, അതുകൊണ്ട് കട്ട് ചെയ്യുന്നത്. ചെറിയ ഇലയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് എടുക്കാം. അതിൽ നിന്ന് ഒരു ബോൾസാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നേർത്തിട്ട് പരത്തണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇലയുടെ കഴിക്കാൻ. പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ്സ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്.
ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ തട്ട് വെച്ച് നമ്മൾ നേരത്തെ പരത്തി വെച്ചതൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനായി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇലയുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. മഞ്ഞളുടെ ഇലയുടെ മണം നല്ല മണമാണ്. അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇലയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.